ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഒരു ശിവക്ഷേത്രം തിമ്പുവിൻ്റെ തൊട്ടടുത്ത് തന്നെ, തിമ്പു നഗരത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ശിവക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ കണ്ടോ, കയറുമ്പോൾ തന്നെ നമ്മുടെ രാജാവിൻ്റെയും കുടുംബത്തിൻ്റെയും മനോഹരമായ ഫോട്ടോ വച്ചിട്ടുണ്ട്. ഇത് രാജാവ്, കുടുംബം, രാജാവിൻ്റെ മാത്രം ഒക്കെ പ്രതിമകൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. ആരാധനാലയങ്ങളിലും ഒക്കെ അതുണ്ടാകും. കണ്ടോ, രാജാവ്, അതാണ് രാജാവ് ജിഗ്മേ ഖേസർ നംഗ്യേൽ വാങ്ചുക്. 46 വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ 47ാം ജന്മദിനമാണ് ഈ ഫെബ്രുവരി 21 വരാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാജ്ഞി ജെറ്റ്സുൺ പെമ ഒരു സാധാരണക്കാരിയാണ്. രാജാവ് കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചത് ജെറ്റ്സുൺ പെമ. അവരുടെ 3 മക്കൾ, 2 ആൺമക്കളും ഇളയ പെൺകുട്ടിയും അടങ്ങിയ കുടുംബമാണിത്. ഇത് ശിവക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുക. അതും എല്ലാം ഇവിടുത്തെ ഭൂട്ടാനീസ് ആർക്കിടെക്ചറിൻ്റെ ഒരു ശൈലിയിലാണ് ഇവിടെയുള്ള ആരാധനാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ക്ലീനാണ് പ്രിമൈസ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടുത്തെ ഇതൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ്. രാജഭരണം ആണെങ്കിൽ പോലും, എന്നാൽ അങ്ങനെ ഒരു രാജഭരണമല്ല, ഏകാധിപത്യ ഭരണമല്ല. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. ഇദ്ദേഹം വിദ്യാസമ്പന്നരായ രാജാവാണ്. അദ്ദേഹം വെളിയിലൊക്കെ പോയി പഠിച്ച് ഉന്നത ബിരുദമെല്ലാം നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് തോന്നി ജനാധിപത്യം വേണ്ടതാണ്, കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ വേണ്ടതാണ് എന്ന് തോന്നി. അങ്ങനെ 2008 കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയായി പ്രഖ്യാപിച്ചു ഭൂട്ടാനെ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, 2 സഭകളുണ്ട്, ഉപരിസഭ, അധോസഭ, നാഷണൽ അസംബ്ലി, നാഷണൽ കൗൺസിൽ എന്നൊക്കെ പേര് പറയും. ഇതാണ് ശിവക്ഷേത്രം. അകത്തേക്ക് സ്വാഭാവികമായിട്ടും വീഡിയോഗ്രഫി അനുവദനീയമല്ല. അപ്പോൾ ശിവൻ്റെ ഒരു മനോഹരമായ പ്രതിമ അവിടെ കാണാം. അപ്പോൾ ഇവിടെ ഒന്നൊന്ന് എടുക്കാൻ നോക്കുകയാണ്. അവിടെ ആൾക്കാർ ആരാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് അനുവാദമുണ്ടോയെന്നും അറിയത്തില്ല. എന്തായാലും അകത്തേക്ക് കയറുന്നില്ല. അപ്പോൾ അതാണ് ശിവൻ്റെ പ്രതിഷ്ഠ. മനോഹരമായി ടൈല് വിരിച്ചിരിക്കുന്നു നിലത്തെല്ലാം. ഇവിടെ കട്ട വച്ചിരിക്കുന്നത് വെറുതെ കട്ടയങ്ങ് വച്ചിരിക്കുകയാണ്, ഫിനിഷിംഗ് ഒന്നുമില്ലാതെ. എങ്കിൽ പോലും അതിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. നോക്കണം, അതിനകത്തൊക്കെ ദേവന്മാരുടെയും ദേവതമാരുടെയൊക്കെ പ്രതിമ ഉണ്ട് ഉള്ളിൽ. വേണ്ട, ശിവലിംഗം കാണിച്ചു തരാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി 2008 നിലവിൽ വന്നു. ഉപരിസഭ, അധോസഭയ്ക്ക് നാഷണൽ അസംബ്ലി എന്ന് പറയും. ഉപരിസഭ എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ, നമ്മുടെ ലോകസഭ, രാജ്യസഭ എന്നൊക്കെ പറയും പോലെ. പിന്നെ പ്രധാനമന്ത്രിയുണ്ട്, പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഭരണം അങ്ങനെ നടക്കുന്നു. സർവാധികാരി, നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്ത് രാജാവ് നിലകൊള്ളുന്നു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആണ് ഇവിടെ നിലവിലിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത്. അത്ര മനോഹരമായ കാഴ്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫോട്ടോ എടുക്കാതിരിക്കുമോ, വീഡിയോ എടുക്കാതിരിക്കുമോ? അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾ, മക്കളെ, ഹലോ ബെച്ചോ, അത് പോയി പിള്ളേർ കളിക്കുന്നു. അവരെ നമ്മൾ വിളിച്ചു നിർത്തി
ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. ശിവലിംഗം. ശിവലിംഗം നോക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നന്ദികേശ്വരൻ. എവിടെ ശിവൻ അല്ലെങ്കിൽ ശിവലിംഗ പ്രതിഷ്ഠയുണ്ടോ അവിടെയൊക്കെ നന്ദികേശ്വരനും ഉണ്ട്, ശിവൻ്റെ വാഹനം. അപ്പോൾ അതാണ് മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയം, ടിമ്പുവിലെ ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയം ഇവിടെ കാണാം. അതിൻ്റെ ഗേറ്റിൽ ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയം ആണ്. ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയം. അപ്പോൾ എന്തിനാണ് ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയം സന്ദർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയം കാണുന്നതോടുകൂടി എഗൻസ്റ്റ് ലൈറ്റാണല്ലോ. ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയം ടിബറ്റൻ കൾച്ചർ, ഭൂട്ടാനീസ്, ടിബറ്റുമായിട്ട് ബന്ധമുണ്ട്, തെറ്റിപ്പോയി. ഭൂട്ടാനീസ് കൾച്ചർ, ടിബറ്റിൽ നിന്ന് വന്നവരാണല്ലോ ഇവർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ടിബറ്റിൽ നിന്ന് കയറി വരും. ഭൂട്ടാനീസ് കൾച്ചർ, ആ ജീവിത രീതി, ജീവിത ശൈലി ഒക്കെ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയത്തിൽ വന്നിരിക്കുന്നത്. എന്തോ ഇവിടെ അവരുടെ തനത് ആർക്കിടെക്ചർ കാണാം, തനത് ജീവിത രീതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയം സന്ദർശിക്കുന്നത്. കണ്ടോ ഈ ആർക്കിടെക്ചർ, ടിപ്പിക്കൽ ഭൂട്ടാനീസ് ആർക്കിടെക്ചറാണ് കാണുന്നത്. അപ്പോൾ അത് ചൂരലല്ല, അത് മുളയാണല്ലോ സാറേ. സാറേ അത് പല ജാതിയുണ്ട്, അലങ്കാരമുള എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ സാറ് പറയുകയാണെങ്കിൽ ചൂരലാ? ചൂരലാണ്. ശരി, ചൂരലാണോ? ഇല്ല സാറേ, ചൂരൽ വള്ളിയാണ് സാറേ. ആണോ? അല്ല, ചൂരലല്ല, ചൂരൽ വള്ളിയാ. ഇത് മുള പല വെറൈറ്റി ഉണ്ട് സാറേ. അപ്പോൾ എന്തായാലും സാറ് പറഞ്ഞു ചൂരലാണെന്ന്. ആയിരിക്കാം. അവിടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗൈഡാണ് കാണിച്ചു തരുന്നത്. LT അതാണ് സംഭവം. മണ്ണ് ഇടിച്ച് കുഴച്ച് അങ്ങനെ കെട്ടിടം പണിയുന്നു. പരമ്പരാഗത രീതിയിലുള്ള കെട്ടിടം പണിയുന്ന റാ മെറ്റീരിയലാണ് മണ്ണ് ഇടിച്ചിടിച്ച് കുഴച്ച് പശിമ വരുത്തി അതിശക്തമാക്കി മാറ്റി സിമന്റ് പോലെ ഇല്ല എങ്കിലും പഴയകാല കെട്ടിടങ്ങൾ, ഇവിടെ പഴയകാല കെട്ടിടങ്ങൾ ഇവിടെ കാണാം. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടോ മണ്ണ് കൊണ്ട് കെട്ടിടങ്ങൾ? പണ്ട് കാലത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരുന്നു. കേരളത്തിലും ഇതുപോലെ മണ്ണ് കൊണ്ടുള്ള കെട്ടിടങ്ങൾ ധാരാളമായിട്ട് കാണാൻ പറ്റും. ഉണ്ട്, ഇവിടെ ഉള്ള എല്ലാം അങ്ങനെയുള്ള മണ്ണ് കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. ടിപ്പിക്കൽ ഭൂട്ടാനീസ് കൾച്ചർ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാം ടിപ്പിക്കലായിട്ട് തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു വീടാണ്. ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു വീടിനെ ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയാണ്. ഉണ്ട്. ഹിസ് മജസ്റ്റി ദ കിങ് ജിഗ്മേ സിംഗ്യെ വാങ്ചുക് 2025 ഇത് ഇനാഗുറേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് 4ാമൻ രാജാവ്, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിൻ്റെ പിതാവാണ് ഇത് ജിഗ്മേ സിംഗ്യെ വാങ്ചുക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തെറ്റൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. അത് തന്നെ സാറേ. എന്താണ് നിങ്ങൾ വല്ലതും പറയാം. ഓക്കെ, താങ്ക് യു. പണ്ട് കാലത്തെ
കിണറോ ജലസംഭരണിയോ ഒക്കെയാണ്. ഉണ്ടോ? അതിൽ വെള്ളമുണ്ട്, വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ഉണ്ട്, കലങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അടിയിലൊക്കെ ഇതേപോലെ കല്ല് പാകിയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ചെളി കലർന്ന് പോവുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടാനാണ് ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയം നമ്മൾ സന്ദർശിക്കുന്നത്. അതിനു മുമ്പുള്ള കല്ല് കൊണ്ടുള്ള നിർമ്മിതി, കല്ല് കൊണ്ടുള്ളത് ഇതിനടിയിൽ. ഓക്കെ ശരി മനസ്സിലായി സംഗതി. അതായത് ഇത് പ്രയർ വീല് കൈകൊണ്ട് തിരിക്കേണ്ട കാര്യമില്ല, വെള്ളത്തിൻ്റെ ശക്തിയിൽ പ്രയർ വീല് തിരിക്കുന്നു. അതിനുള്ള സംവിധാനം അതാണ്, ഒരു എക്സലൻ്റ് ആയിട്ടുള്ള സംവിധാനമാണ്. പ്രയർ വീൽ, പ്രയർ വീലല്ല, മില്ല്, പ്രയർ വീലല്ല, മില്ല്. അപ്പം നമ്മുടെ ഗൈഡെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഞാനിത്തിരി വിട്ടു നടക്കുന്നത്, മറ്റല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടൂല. അതുകൊണ്ടാണ്. മറ്റേ അദ്ദേഹത്തിൻ്റെ കൂടെ പോയാൽ എല്ലാം കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ അത് പ്രയർ വീലായിരുന്നില്ല, അത് വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട്, വാട്ടർ മില്ല്, വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന മില്ലാണ്. അതിൽ ധാന്യങ്ങൾ അരയ്ക്കുക, പൊടിക്കുക, ആട്ടുക തുടങ്ങിയ സകല പരിപാടികളും ചെയ്യാൻ സാധിക്കും. കണ്ടോ? ഇതാണ്. ഇതിൽ ധാന്യങ്ങൾ ഇടുന്നു, ആ ധാന്യങ്ങൾ പൊടിക്കപ്പെടുന്നു ഈ കല്ല് തിരിയുന്നതനുസരിച്ച്. അപ്പോൾ തിരിക്കുന്നതിനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നത് വെള്ളമാണ്. ഇത് പ്രവർത്തിക്കുന്നതല്ല, ഒരു മോഡൽ കാണിച്ചിരിക്കുന്നതെന്ന് മാത്രം. കണ്ടോ? ഇതിൽ നിന്ന് താഴേക്ക് വരുന്നു വെള്ളം. ആ വെള്ളം കൊണ്ട് തിരിയുന്ന പൽചക്രങ്ങളാണ് താഴെ കാണിച്ചത്. ഓക്കെ, സിമ്പിൾ ടെക്നോളജി. സ്തൂപങ്ങൾ, അമ്പെയ്ത്ത് ഒന്ന് പരിശീലിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ വിനീതാജി, സുപ്രസിദ്ധമായ അമ്പെയ്ത്ത് ചാമ്പ്യൻ വിനീത. വലിക്ക്, ഇത്തിരി പവർ വേണം കുട്ടി. കൗൺസിലറും കൂടെയാണ്. ചാക്കോ സാർ ഒരു ശ്രമം നടത്താൻ തീരുമാനിച്ചു. ആ ലക്ഷ്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ സെൻറ്ററിലെത്തിയാൽ ഫുൾ പോയിൻ്റ്. ആ വൈറ്റിൽ, ചുവപ്പിലാണെങ്കിൽ 2ാം സ്ഥാനം, നീലയാണെങ്കിൽ 3ാം സ്ഥാനം, കറുപ്പാണെങ്കിൽ 4ാം സ്ഥാനം, വെളിയിലാണെങ്കിൽ സ്ഥാനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ശ്രമം ചാക്കോ സാറ് രണ്ടും കൽപ്പിച്ച്, ഇനി എന്തും സംഭവിക്കാം. ഇവിടെ സവ്യസാചികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് എനിക്കെന്തായാലും ചാൻസ് കിട്ടുമെന്ന് തോന്നണില്ല. സാറിന്റെ വരവ് കണ്ടപ്പോൾ എക്സ്പെർട്ടാണെന്നാണ് വിചാരിച്ചത്. സാർ അത് പഠിക്കാനുള്ള പരിപാടിയായിരുന്നു. വലിക്ക് എന്തായാലും വിട് സാറേ, വേറെ ഒന്നും സംഭവിക്കാനില്ല. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാമോ? പോട്ടെ, വിട്. അപ്പൊ സുഹൃത്തുക്കളെ, അവരുടെ പരമ്പരാഗത അടുപ്പ് കണ്ടോ, ചൂടൊട്ടും നഷ്ടപ്പെടാതെ അടുപ്പ്. തിരികല്ല്, ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന തിരികല്ല് കണ്ടോ. ആ കല്ല് ധാന്യങ്ങൾ ഇട്ടിട്ട് ഈ ദ്വാരത്തിൽ കൂടി ധാന്യങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കും. കൈപിടി പിടിച്ച് തിരിക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിലുമൊക്കെ ഉള്ളത് തന്നെ. ഒരല്, മണ്ണ് കൊണ്ടുള്ള, മണ്ണല്ല, മരം കൊണ്ടുള്ള. ഇത് കല്ല്. ഒരല് കണ്ടാ. ശോഭ ചേച്ചി ഉരലിടിച്ച് ഒരു ശ്രമം നടത്തി നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെയാണ് നമ്മൾ പണ്ട് ചെയ്തിരുന്നത് കേട്ടോ.
വീട്ടിൽ വിറകുകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. തണുപ്പ് രാജ്യമായതുകൊണ്ട് തന്നെ ഈ വിറക് അവർക്ക് വളരെ ഇന്ധനം വളരെ പ്രധാനമാണ്. അര എന്ന് പറയുന്ന മദ്യം ആണ് ഗൈഡ് പരിചയപ്പെടുത്തുന്നത്. അര എന്ന് പറയുന്ന മദ്യമാണ്. മഹിൻ നമ്മുടെ ടൂർ മാനേജറാണ് തിരുത്തി തന്നു. റൈസ് വൈനാണ്. മദ്യം എന്ന് പറഞ്ഞാൽ പറ്റില്ല. റൈസ് വൈൻ, റോസ്റ്റഡ് റൈസ്. This doesn't have any alcohol percentage. അത് ഉണ്ടാക്കുന്ന വിധമൊക്കെ പറഞ്ഞിട്ടുണ്ട്. Some can be very strong, some can be mild. It completely depends. അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആൽക്കഹോൾ കണ്ടന്റ് മൈൽഡും സ്ട്രോങ്ങും ആയിട്ടുള്ള ആര ഉണ്ട്. അത് ഇതാ അവർ പിന്നെ പാചകം നടത്തുന്നത്. ആര ഉണ്ടാക്കുകയാണോ? യെസ്, they are making. Anyone wants to try? ആര. Please, some of you, if you are good friends, you can share the cup. Because there's not enough. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വൈൻ ടേസ്റ്റിംഗ് ആണ്. ആര എന്ന് പറയുന്നത് റൈസ് വൈൻ. അത് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സുഹൃത്തുക്കൾ വൈൻ ടേസ്റ്റിംഗ് നടത്തും. കണ്ടോ, നോക്കണം. ഇതല്ല ഇതിൻ്റെ അപ്പുറം നമ്മൾ ടേസ്റ്റ് ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. വൈനൊക്കെ എല്ലാവർക്കും കഴിക്കാം. ഇവിടെ വൈൻ നിർമ്മിക്കുന്നുണ്ട്. വൈൻ നിർമ്മിക്കുന്ന രീതിയാണ്. അതിൻ്റേതായ പ്രോസസ്സുണ്ട്. അരി റോസ്റ്റ് ചെയ്ത് തിളപ്പിച്ച് ഫെർമെൻറ്റ് ചെയ്ത് ഒക്കെ എടുക്കുന്ന സംഭവമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ഔദ്യോഗിക പരമ്പരാഗത വേഷത്തിലാണ് നിൽക്കുന്നത്. ഖോ എന്ന് പറയുന്ന വേഷം, കിര എന്ന് പറയുന്ന വേഷം. ഓക്കെ, ഈ ബിൽഡിംഗ് പരമ്പരാഗതമായ ടിബറ്റൻ വാസ്തുശില്പകല, പരമ്പരാഗതമായ ടിബറ്റൻ വീട്. നോർമലി 3 നിലയാണ്. മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. 3 നിലയാണ്. കണ്ടോ, 3 നില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ മുക്കാലും തന്നെ മുഴുവൻ തന്നെ എന്ന് പറയാം മരമാണ്. അടിയിലൊക്കെ മണ്ണാണ്. 3 നിലയാണ്. താഴത്തെ നില എന്ന് പറയുന്നത് വളർത്തു മൃഗങ്ങൾക്കുള്ളതാണ്, കന്നുകാലികൾക്കുള്ളത്. രണ്ടാമത്തെ നില എന്ന് പറയുന്നത് അത് ധാന്യങ്ങൾ സ്വീകരിക്കാനാണ്, സൂക്ഷിച്ചു വയ്ക്കാനാണ് ധാന്യങ്ങൾ. 3-ാമത്തെ നിലയിലാണ് ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ അടിയിൽ കന്നുകാലികളെ വളർത്തുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചൂട് നിലനിൽക്കും മുകളിലേക്ക്. അതും കൂടെ ആയിരിക്കണം ആ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നു. ഇതാ ഈവിൾ സ്പിരിറ്റിനെ ഓടിക്കുന്നതിന് വേണ്ടി നീൽഗായി ഈവിൾ സ്പിരിറ്റിനെ ഓടിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി അകത്തേക്ക്. ഓക്കെ, സോറി. അപ്പോൾ സുഹൃത്തുക്കളെ, അവിടെ മിളക് ഉണങ്ങാനിട്ടിരിക്കുന്നു. ഇവിടെ യമ എന്ന് പറയും. അത് ഉണങ്ങാനിട്ടിരിക്കുകയാണ്, യമ. അവിടെ ആ ചേച്ചി എല്ലാം മറന്ന് കൈത്തറി തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് വീഡിയോയ്ക്ക് പ്രവേശനമില്ല, ക്യാമറയ്ക്ക് പ്രവേശനമില്ലെന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമ്മൾ അത് ഒഴിവാക്കുന്നു സുഹൃത്തുക്കളെ.